ഇന്ന് വളരെ ഹെൽത്തിയും അതേസമയം നല്ല ടേസ്റ്റിയുമായ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് നോക്കിയാൽ ഇതിനാദ്യമായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു 300 ഗ്രാം മുത്താറിയാണ് എടുത്തിട്ടുള്ളത്. നല്ല പോലെ അരച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു സ്പൂൺ ഇട്ടൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിൽ 2 സെക്കൻഡ് കൊണ്ട് തന്നെ മേലെ പാല് തെളിഞ്ഞ് വരുന്നത് കാണാം. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് വീണ്ടും അതിലേക്ക് വെള്ളം ഒഴിച്ച് ഇതേ പ്രോസസ്സ് വെള്ളം തെളിയുന്നത് വരെ തുടരുക. ഇതാ കണ്ടോ വെള്ളപ്പം നല്ല പോലെ തെളിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 ഏലക്കായ, ഒരു 3-4 ഏലക്കായ എടുത്തോളൂ കേട്ടോ. 3-4 ഏലക്കായ പൊടിച്ച് ചേർക്കുക. അതിലേക്ക് ഞാൻ 250 ml തേങ്ങാപ്പാലും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഇളക്കി ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കാം. കൈ വയ്ക്കാതെ ഇളക്കണം എന്നേ ഉള്ളൂ. നല്ല പോലെ തിളച്ച് വരുമ്പോൾ അതിലൊരു 250 ഗ്രാം ശർക്കര ഉരുക്കി പാനി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നല്ലതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് ഒഴിച്ച് നല്ല പോലെ ഇളക്കുക. നല്ല പോലെ ഇളക്കണം കേട്ടോ, കൈവിടാതെ ഇളക്കി ഈ പരുവമാവുമ്പോൾ, അതായത് പാനിൽ നിന്ന് ഇതാക്കുമ്പോൾ മാറി വരണം. പാനിൽ നിന്ന് നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ വിട്ട് വരണം, അല്ലാതെ ഉരുണ്ട് വരേണ്ട ആവശ്യമില്ല. പാനിൽ നിന്ന് മാറ്റി ഇളക്കി എടുക്കുമ്പോൾ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നൊരു പരുവാകുമ്പോൾ ഒരു പ്ലേറ്റിൽ വാഴേൻ്റെ ഇലയിൽ കുറച്ച് നെയ്യ് തടവി ആ പ്ലേറ്റിലേക്ക് മാറ്റുക. ആ പ്ലേറ്റിലേക്ക് മാറ്റി അതിൻ്റെ മേലെ എന്ത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ വെളുത്ത എള്ളാണ് ചേർത്തത്. എന്നിട്ടിത് ചൂട് തണുക്കാൻ വേണ്ടി വയ്ക്കുക. ചൂടൊക്കെ മാറി തണിഞ്ഞതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയാണ്, വളരെ സോഫ്റ്റുമാണ്. വളരെ സോഫ്റ്റായിട്ട് കഴിക്കും. വായിൽ ഇട്ടാൽ അലിഞ്ഞു പോകുന്ന രൂപത്തിലാണിത് കിട്ടുക നമുക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.